ഈ സഭാനുകൂലികളായിട്ടുള്ള വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നത് തന്നെയാണ്. നമ്മൾക്ക് ഐക്യമില്ല. അപ്പുറത്ത് അൽമായ മുന്നേറ്റം എന്ന് പറയുന്നവർ വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ അതിൽ 100 അഭിപ്രായങ്ങൾ, അതിൻ്റെ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുമ്പോൾ പോലും അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. അതിനൊരു കാരണം നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഒരു 100 സംഘടനയാണ്. ഇപ്പം ഈ കുർബാന വിഷയത്തിന് ശേഷമുണ്ടായ സംഘടനകളാണ് ഇത് മുഴുവനും. അൽമായ മുന്നേറ്റം അവർ ഒറ്റ സംഘടനയായിട്ട് ഒറ്റ തീരുമാനമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ശക്തരാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ നിയമപാലകരുടെ മുമ്പിലും നമ്മുടെ സഭാധികാരിയുടെ മുമ്പിലും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അംഗസംഖ്യയുടെ ബലം നോക്കിയാൽ ഒരു പരിധിവരെ ഈ വിശ്വാസികൾ തന്നെയായിരിക്കും മുൻപന്തിയിൽ. പക്ഷേ അവർ വിഘടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ AKCC ഇതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ AKCCയുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാം, അവരൊന്നും സഭയ്ക്ക് വേണ്ടിയോ സഭയുടെ അല്ലെങ്കിൽ സഭാവിശ്വാസികൾക്ക് വേണ്ടിയോ ശരിയായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇടവകയിലും ഉണ്ട് ഈ AKCCയുടെ ഒരു യൂണിറ്റ്. അവരും ഇവിടെ എന്ത് പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ഒക്കെ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വളരെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയത്തിലാണ് ഇപ്പോൾ ഈ സംഘടനകൾ ഒന്നിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ പ്രത്യാശയോടുകൂടി കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് നിന്നാൽ അവർ വീണ്ടും ശക്തരാകും, നമ്മൾ തകർന്ന് തരിപ്പണമാകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. ഇപ്പോൾ ഈ തോട്ടുപുറച്ചൻ്റെ വിഷയത്തിൽ എല്ലാവരും വികാരം കൊള്ളുന്നുണ്ട്. ഓരോരുത്തർക്കും ഉണ്ട്, ഓരോ വിശ്വാസിക്കും ഉണ്ട്. അതേ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഈ സംഘടനകൾ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ളൊരു കാരണമായിട്ടുള്ളതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. തോട്ടുപുറം അച്ഛൻ്റെ വിഷയത്തിൽ നടപടികളൊന്നും ഉണ്ടാകാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഗമം എന്നുള്ള രീതിയിൽ നടക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തോട്ടുപുറം അച്ഛന് എതിരായി പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടും തുടർന്ന് നമ്മുടെ ഈ ഒരു വിഷയത്തിലൂടെ ഈ സംഘടനകൾ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഭൂരിഭാഗം സംഘടനകളും ഇതോടൊപ്പം സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കുടക്കീഴിൽ അതിപ്പോൾ AKCC ആയിക്കോട്ടെ, MTNS ആയിക്കോട്ടെ, CNA ആയിക്കോട്ടെ, ആരായാലും വിരോധമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഒരുമിച്ച് പോകാനൊരു സാഹചര്യം ഒരുങ്ങുമ്പോൾ അതിനകത്ത് നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാകാതെ പരമാവധി എല്ലാവരും അതിനോട് സഹകരിച്ച് മാക്സിമം നമ്മളുടെ സ്ട്രെങ്ത്ത് കാണിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അവിടെ പരിശുദ്ധ ബലി അർപ്പിക്കുന്നു, അതിനുശേഷം പ്രതിഷേധ യോഗം നടക്കുന്നു. ഇവിടെയൊക്കെ ഉന്നയിക്കാൻ പോകുന്ന വിഷയം ഒക്കെ ഇത് തന്നെയായിരിക്കും. ഈ തോട്ടുപുറച്ചനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയില്ലാത്തതും, നമ്മളുടെ ഈ പറഞ്ഞ കുർബാന നമുക്ക് നടപ്പിലാക്കി കിട്ടാത്തതും, തെറ്റായിട്ടുള്ള എന്താണ് ധാരണ ഉണ്ടാക്കിയതും സമവായം ഉണ്ടാക്കിയതും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ്. പിന്നെ അവർ ചെയ്യുന്ന പോലെ നമ്മൾ അക്രമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു നല്ലൊരു നീക്കമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു സമയത്തിൻ്റെ തകവിൽ കർത്താവ് ഇടപെടുമെന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു ഇടപെടലായിട്ട് തന്നെ കാണാം നമുക്ക്. അങ്ങനെ വേണം വിശ്വസിക്കാൻ. നമ്മൾ വിശ്വാസികളാണല്ലോ. ആ രീതിയിൽ നമ്മളതിനെ കണ്ട് ഇതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് പറയാൻ ഏറെയുണ്ട്, പോരായ്മകൾ പലതുമുണ്ട്. പക്ഷേ അതൊക്കെ തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ അതിനോട് സഹകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഇപ്പോൾ ആരംഭിക്കുന്നത് ഒരു നല്ലൊരു ലക്ഷണമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പരമാവധി ആളുകൾ ഇതിനോട് സഹകരിക്കാൻ പറ്റുന്നവർ സഹകരിക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്താ, ഈ എറണാകുളം അതിരൂപതയിൽ വരുന്ന 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഞങ്ങളുടെ കൂടെയാണ് എന്നവർക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പരിശുദ്ധ ബലിയർപ്പണത്തിൽ പോലും അത് വിജാതീയൻ അർപ്പിക്കുന്ന ഒരു കുർബാനയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകൾ. എന്നിട്ടും ആ കുർബാനയ്ക്കും നമ്മൾ പോവാണ്. അപ്പോൾ അവർ പറയണത് എന്താ, ഈ കുർബാനയ്ക്ക് ഇവിടെ കുർബാന വെച്ചാൽ ഇവിടെ കുർബാനയ്ക്ക് ആൾക്കാരുണ്ട്. ഈ ഒരു കുർബാന നമ്മൾ തെറ്റാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ പറയുമ്പോൾ അതൊരു തെറ്റായ ആഹ്വാനമായിട്ട് കാണരുത്. നമ്മൾ മറ്റ് വഴികൾ തേടണം കുർബാനയ്ക്ക്. അങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ ഓരോ വിധത്തിലും നമുക്ക് ഈ പ്രതിഷേധം എത്രത്തോളം നമ്മളിൽ ഉണ്ട്, വിശ്വാസികളുടെ എതിരെ ഉണ്ടെന്ന് കാണിക്കാൻ പോലും നമ്മളാരും തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പോരായ്മകൾ പരിശോധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്നും ഈ പരിഭവവും പരാതിയും പറഞ്ഞ് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. വിജയം അവർ കൊണ്ടുപോവുകയും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ഇതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് പരമാവധി എല്ലാവരും അതിനോട് സഹകരിക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിപ്രായമുണ്ട്. മാത്രമല്ല ഈ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നാളെ ഈ തിരുവാങ്കുളത്ത് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് പോകാൻ ആർക്കെങ്കിലും അസൗകര്യങ്ങൾ വാഹന സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ കാലടിയിൽ നിന്ന് 1:30 മണിക്ക് വണ്ടി പുറപ്പെടുമെന്ന് ഒരു അറിയിപ്പുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൃത്യസമയവും കാര്യങ്ങളും അവരറിയിക്കും. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ പോകാൻ താല്പര്യമുണ്ട്, വാഹന സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു സൗകര്യം ഉണ്ടെന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. പരമാവധി എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട. ഇതെല്ലാം എന്തായിരുന്നാലും വിജയം നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും. സഭയുടെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റങ്ങളും വരില്ല. ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും, അതിപ്പോൾ പാമ്പ്ലാനി വന്ന് കളിച്ചാലും ഇനി തട്ടിൽപിതാവ് കളിച്ചാലും ഇതിനൊക്കെ മേലെ ഇതിൻ്റെ തീരുമാനം സഭാ നിയമത്തിനനുസൃതമായി കൊണ്ട് തന്നെ ഈ ഏകീകൃത ബലി അർപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് തന്നെ വരും. നമ്മളത് കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിലാവും. അല്ലെങ്കിൽ അത് കാലം കുറച്ച് നീണ്ടു പോകുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ.